ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 8 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 9-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലസീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ സിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു യഹൂദരായ ആളുകളോട് പറയുന്ന കാര്യം, നിങ്ങൾ ഓടിപ്പോകുന്നതായ ആ ഒരു മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മാത്രവുമല്ല, അതിനുശേഷം അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമുഅ. യാ അയ്യുഹല്ലദീന ആമനു. ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്നാണ്. അത് മാദിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല ക്രിയയാണ്. ആമനു എന്നുള്ളത് അത് ബഹുവചന രൂപത്തിൽ പറയുമ്പോൾ അങ്ങനെയാണ് പറയാം. ആമനു, അവർ വിശ്വസിച്ചു. അതിൻ്റെ മുമ്പിൽ അല്ലസീന എന്ന് ചേർക്കുമ്പോൾ വിശ്വസിച്ചവർ അല്ലെങ്കിൽ വിശ്വസിച്ചവരായ ഒരു കൂട്ടർ എന്നാണ് അർത്ഥം കിട്ടുക. അല്ലസീന എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായ, അങ്ങനെയുള്ളവർ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇസ്മു മൗസൂല എന്നാണ് അതിന് പറയാം. അപ്പോൾ അല്ലസീന ആമനു, വിശ്വസിച്ചവരായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ മുമ്പിൽ യാ അയ്യുഹ എന്നുണ്ട്. അത് വിളിക്കാൻ ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമാണ്. ഹേ എന്നൊക്കെ അതിന് വേണമെങ്കിൽ അർത്ഥം കൊടുക്കാം. യാ അയ്യുഹല്ലസീന ആമനു, ഹേ സത്യവിശ്വാസികളെ അല്ലെങ്കിൽ ഹേ വിശ്വസിച്ചവരെ. ഇദാ നൂദിയ, നാദ എന്ന് പറഞ്ഞാൽ വിളിച്ചു എന്നാണ്. അത് മാളിയാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ മജ്ഹൂൽ രൂപം, അതായത് വിളിക്കപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് നൂദിയ എന്നാണ് പറയാം. നാദ എന്ന് പറഞ്ഞാൽ വിളിച്ചു, നൂദിയ വിളിക്കപ്പെട്ടു. ഇദാ നൂദിയ വിളിക്കപ്പെട്ടാൽ. ഈ മജ്ഹൂൽ രൂപം പറയുമ്പോൾ ആരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇദാ നൂദിയ വിളിക്കപ്പെട്ടാൽ എന്തിനു വേണ്ടിയിട്ട്? ലിസ്വലാത്തി. ലി എന്ന് പറഞ്ഞാൽ ക്ക്, ന്, വേണ്ടി എന്നൊക്കെ അർത്ഥം കിട്ടും. അത് അടുത്തൊരു പദവുമായിട്ട് ചേരുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർത്തിയാവുക. ലിസ്വലാത്തി, സ്വലാത്തിന്, നിസ്കാരത്തിന്, പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ, നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, ക്ഷണിക്കപ്പെട്ടാൽ. മിൻ യൗമിൽ ജുമുഅ. യൗമുൽ ജുമുഅത്തി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം, ജുമുഅയുടെ ദിവസം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. മിൻ എന്നുള്ളത് ഇൽ നിന്ന് അല്ലെങ്കിൽ ആ ദിവസത്തിൽ എന്നർത്ഥത്തിൽ. മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ നിന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം വിളിക്കപ്പെട്ടാൽ. ഫസ് ഔ, സഅ എന്ന് പറഞ്ഞാൽ ധൃതി വെച്ചു അല്ലെങ്കിൽ പരിശ്രമിച്ചു, അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ്. സഅയ് നമുക്കറിയാലോ, സഫാ മറുവയുടെ ഇടക്ക് സഅയ് ഉണ്ട് എന്ന് പറയില്ലേ, ആ ഒരു ധൃതിയിലുള്ള ആ നടത്തത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ കൽപ്പനക്രിയയാണ് വന്നത്. ഇസ് ആ എന്ന് പറഞ്ഞാൽ നീ ധൃതി വെക്ക് അല്ലെങ്കിൽ നീ പരിശ്രമിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അതിന് ബഹുവചന രൂപത്തിൽ പറയുമ്പോൾ, കുറേ ആളുകളോട് പറയുമ്പോൾ ഇസ് ഔ, നിങ്ങൾ ധൃതി വെക്കുവീൻ, നിങ്ങൾ പരിശ്രമിക്കുവീൻ. അതിൻ്റെ തുടക്കത്തിലൊരു ഫ ഉണ്ട്. അത് ഫ ഉൽ വാഖിയ എന്നാണ് പറയുക. കാരണം തൊട്ട് മുമ്പ് ഇദാ നൂദിയ, ഇദാ എന്ന് വന്നു, ഒരു ഷർത്ത് വന്നു. അങ്ങനെ ആയാൽ, അങ്ങനെ ആയാൽ ഇത് എന്നർത്ഥത്തിൽ. അപ്പോൾ ഇതതിൻ്റെ ജവാബാണ്. ഫസ് ഔ, അപ്പോൾ നിങ്ങൾ ധൃതി വെക്കുവീൻ. എങ്ങോട്ട്? ഇലാ സിക്രില്ലാഹി. സിക്ർ എന്ന് പറഞ്ഞാൽ, സക്കറ എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചു, സ്മരിച്ചു, മന്ത്രിച്ചു എന്നൊക്കെയാണ്. സിക്ർ ഓർമ്മ, സ്മരണ, മന്ത്രം. സിക്റുല്ലാഹി, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിൻ്റെ ഓർമ്മ അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള മന്ത്രം. ഇലാ സിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഉത്ബോധനത്തിലേക്ക്. സിക്ർ എന്നുള്ളതിന് ഉത്ബോധനം എന്നുള്ള അർത്ഥമുണ്ട്. വസറുൽ ബൈഅ, വസറ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു, ഒഴിവാക്കി എന്നൊക്കെയാണ്. അതിൻ്റെ കൽപ്പനക്രിയയാണ് സർ, നീ ഒഴിവാക്ക്, നീ ഉപേക്ഷിക്ക്.
അതിൻ്റെ ബഹുവചന രൂപം ദറൂ, നിങ്ങൾ ഒഴിവാക്കുവീൻ, നിങ്ങൾ ഉപേക്ഷിക്കുവീൻ. അതിൻ്റെ തുടക്കത്തിലുള്ള വാവ് അത്ഫിൻ്റെ വാവാണ്. നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുവീൻ, വദറൂ, നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുവീൻ. അവിടെ അത് വദറ എന്ന മാളിയായ പദത്തിൻ്റെ തുടക്കത്തിൽ വന്ന വാവല്ല. അത് വദറ എന്നുള്ള ആ പദത്തിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട്, അത് ആ പദത്തിൽ തന്നെയുള്ള വാവാണ്. എന്നാൽ അതിൻ്റെ കൽപ്പനക്രിയ ആകുമ്പോൾ ആ വാവ് നഷ്ടപ്പെടും, ദർ എന്ന് മാത്രമാവും, ആ വാവ് പോവും. പിന്നീട് ഇപ്പോൾ അവിടെ ഒരു വാവ് വന്നത് അത് അത്ഫിൻ്റെ വാവ, മറ്റൊരു പദമാണ്. അപ്പോൾ വ എന്നർത്ഥത്തിൽ, ആൻഡ് എന്നർത്ഥത്തിൽ, ദറൂ, നിങ്ങൾ ഒഴിവാക്കുവീൻ, വ ദറൂ, നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുവീൻ, നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുവീൻ. എന്തിനെയാണ് ഒഴിവാക്കേണ്ടത്? അൽ ബൈഅ. ബാഅ എന്ന് പറഞ്ഞാൽ കച്ചവടം നടത്തി, വിറ്റു എന്നൊക്കെയാണ് ബാഅ. ബൈഅ കച്ചവടം, വ്യാപാരം. അപ്പോൾ കച്ചവടം നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുവീൻ, അല്ലെങ്കിൽ കച്ചവടം നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുവീൻ. ദാലിക്കും ഖൈറുല്ലക്കും, ദാലിക്കും അത്, ഈ ദാലിക്ക എന്ന് പറഞ്ഞാലും അത് എന്നാണ്, ദാലിക്കും എന്ന് പറഞ്ഞാലും അതാണ്, ദാലിക്കുമാ എന്ന് പറഞ്ഞാലും ഒക്കെ അർത്ഥം അത് തന്നെയാണ്. ആരോടാണ് പറയുന്നത്, എത്ര ആളോടാണ് പറയുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് അത് മാറുക. ഇപ്പോൾ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദാലിക്ക അത് എന്ന് പറയും. 2 പേരോടാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ദാലിക്കുമാ. കുറേ ആൾക്കാർ മുമ്പിലുണ്ട്, അവരോടാണ് നമ്മൾ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് പറയുന്നതെങ്കിൽ ദാലിക്കും. അപ്പോൾ ദാലിക്കും എന്ന് പറയുമ്പോൾ കുറേ ആളുകളോടാണ് ഈ പറയുന്നത് എന്നർത്ഥം. ദാലിക്കും അത് ഖൈറുല്ലക്കും, ഖൈർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമം, ഏറ്റവും നല്ലത്, ഏറ്റവും ഗുണകരം. അപ്പോൾ ഖൈറുൻ അത് ഏറ്റവും ഉത്തമമാണ്, ഏറ്റവും നല്ലതാണ്, ഏറ്റവും ഗുണകരമാണ്. ലക്കും നിങ്ങൾക്ക്, ലീ എന്നുള്ളതിൻ്റെ കൂടെ കും എന്ന് ചേരുമ്പോഴാണ് ലക്കും എന്നാവുക, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ദാലിക്കും ഖൈറുല്ലക്കും അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്, ഏറ്റവും നല്ലതാണ്, ഏറ്റവും ഗുണകരമാണ്. ഇൻ കുന്തും തഅലമൂൻ, ഇൻ എന്നുള്ളത് എങ്കിൽ എന്ന അർത്ഥത്തിൽ, ആണെങ്കിൽ. കുന്തും കാന എന്നുള്ളതിൻ്റെ കൂടെ അൻതും എന്ന് ചേരുമ്പോഴാണ് കുന്തും എന്നാവുക. കുന്തും എന്ന് പറഞ്ഞാൽ, കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു, ആണ്, ആകുന്നു. അൻതും നിങ്ങൾ, കുന്തും നിങ്ങളായിരുന്നു, നിങ്ങൾ ആകുന്നു, നിങ്ങളാണ്. തഅലമൂൻ അലിമ അറിഞ്ഞു, യഅലമു അവൻ അറിയും, അവൻ അറിയുന്നു. തഅലമു നീ അറിയും, നീ അറിയുന്നു. തഅലമൂൻ നിങ്ങൾ അറിയും, നിങ്ങൾ അറിയുന്നു. അപ്പോൾ ഒന്നിച്ച ആ ഭാഗം പറയുമ്പോൾ ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, നിങ്ങൾ അറിയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നവരായിരുന്നെങ്കിൽ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ, ഹേ വിശ്വസിച്ചവരെ, ജുമുഅ ദിവസത്തെ, അതായത് വെള്ളിയാഴ്ചയിലെ നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നിങ്ങൾ ധൃതി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉത്സാഹിച്ചുകൊണ്ട് വരുവീൻ. കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്യുവീൻ. അത് നിങ്ങൾക്ക് ഗുണകരമാകുന്നു, നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഈ ആയത്ത് ഈ ഒരു സൂറത്തിലെ 2ാമത്തെ റുക്കൂ തുടങ്ങുന്ന ആയത്താണ്. 2 റുക്കൂകളാണ് ഈ ആയത്തിൽ, ഈ സൂറത്തിൽ എന്ന് പറഞ്ഞല്ലോ. അതിൽ 2ാമത്തെ റുക്കൂ തുടങ്ങുന്നത് ഈ ആയത്ത് മുതലാണ്. ഈ സൂറത്തിൻ്റെ അവസാനം വരെയും ആ 2ാമത്തെ റുക്കൂവാണ്. ഈ ആയത്തിൻ്റെ തുടക്കം തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ടാണ്, സത്യവിശ്വാസികളെ. അപ്പോൾ സത്യവിശ്വാസികളായ ആളുകൾക്ക് ഉള്ള പ്രത്യേകമായ ഒരു ഉപദേശമാണ്, അല്ലെങ്കിൽ നിർദ്ദേശമാണ് ഇനി പറയുന്ന കാര്യങ്ങൾ എന്നർത്ഥം. വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ അള്ളാഹു എടുത്തു പറയും, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോൾ ഈ മതത്തിൽ വന്നു കഴിഞ്ഞാൽ, ഈ മതം വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പിന്നെ അവർ ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യം അള്ളാഹു പറയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ വിളിക്കപ്പെട്ടാൽ, ലി സ്വലാത്തി നിസ്കാരത്തിന്, മീ യൗമിൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം വിളിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ആരാ വിളിക്കുക? അത് ബാങ്കിനെ കുറിച്ചുള്ള സൂചനയാണ്. ബാങ്ക് എങ്ങനെയാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലില്ല. അതേസമയത്ത് ബാങ്കിനെ കുറിച്ചുള്ള സൂചനയുണ്ട്. അപ്പോൾ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ബാങ്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇത് എപ്പോഴുള്ള ബാങ്കാണ് എന്നുള്ള കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇമാം മിമ്പറിൽ കയറിയതിന് ശേഷമുള്ള ബാങ്കാണോ, അതല്ല നിസ്കാരം തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള ബാങ്കാണോ? ചില സ്ഥലങ്ങളിലൊക്കെ 2 ബാങ്കുകളുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ 1 ബാങ്കേ ഉള്ളൂ. ആ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ബാങ്കാണ് ഉണ്ടായിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ അവർ പല ജോലി സ്ഥലത്തും മറ്റൊക്കെ ആയപ്പോൾ അവർക്ക് കുറച്ച് മുൻകൂട്ടി തന്നെ വിവരം കൊടുക്കാൻ തുടങ്ങി. മറ്റൊരു ഉയർന്ന സ്ഥലത്ത് പോയിട്ട് അവരോട് ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബാങ്ക് കൊടുക്കും, പിന്നെ ജുമുഅ തുടങ്ങുമ്പോൾ മറ്റൊരു ബാങ്കും കൊടുക്കും എന്നതാണ് അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളത്. ഏതായാലും അങ്ങനെ 2 ബാങ്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇന്നത്തെ കാലത്തും പല സ്ഥലങ്ങളിലുണ്ട്, ചില സ്ഥലങ്ങളിൽ അതില്ല. ഏതായാലും ഇത് ഏത് ബാങ്കിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ഏതാണ് ഈ നിസ്കാരം? ഇവിടെ അസ്വലാത്തു എന്നാണ് ഉപയോഗിച്ചത്. ഇദാ നൂദിയ ലിസ്വലാത്തി, അവിടെ അസ്വലാത്ത്, ആ അലിഫ്ലാം ഇട്ടിട്ടാണ് സ്വലാത്തിന് എഴുതിയത്. അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ ഇല്ലാത്തൊരു പ്രത്യേക നിസ്കാരമാണ്. വെള്ളിയാഴ്ച ദിവസം സുബഹിയുണ്ട്, മഗ്രിബും എശയും അസ്റും ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ അതൊന്നും അല്ലാത്ത ഒരു പ്രത്യേക നിസ്കാരത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ആ അലിഫ്ലാം ഇട്ട് സ്വലാത്തിന് എഴുതിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വെള്ളിയാഴ്ചയിലെ ഒരു പ്രത്യേക നിസ്കാരം, അതായത് ജുമുഅ നിസ്കാരം, ആ ജുമുഅ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ, അങ്ങനെ ആയാൽ എന്ത് ചെയ്യണം? അതും വെള്ളിയാഴ്ച ദിവസം, മിൻ യൗമിൽ ജുമുഅത്തി എന്നാണ്, വെള്ളിയാഴ്ച ദിവസം. വിശുദ്ധ ഖുർആനിൽ ജുമുഅ നിസ്കാരത്തെക്കുറിച്ച് ഇവിടെ മാത്രമാണ് പ്രതിപാദിക്കുന്നത്. വേറെ ഒരു സ്ഥലത്തും ജുമുഅ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിൻ്റെ പേരും അങ്ങനെ തന്നെ കിട്ടിയതാണ്. ഇനി ഇവിടെ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് യൗമുൽ ജുമുഅ എന്ന് വരാനുള്ള കാരണങ്ങൾ പല റിപ്പോർട്ടുകളിലും നമുക്ക് കാണാൻ സാധിക്കും. പല അഭിപ്രായങ്ങളും ആ കാര്യത്തിലുണ്ട്. ഒരഭിപ്രായം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ജംഅ് ചെയ്തത്, സൃഷ്ടിച്ചത് അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു, അതുകൊണ്ടാണ് ആ ദിവസത്തിന് വെള്ളിയാഴ്ച എന്ന് പേര് കിട്ടിയത് എന്നാണ് ഒരഭിപ്രായം. മറ്റൊരു അഭിപ്രായം, പണ്ട് കാലം മുതൽ തന്നെ വെള്ളിയാഴ്ച ദിവസം ആളുകൾ ഒരുമിച്ച് കൂടുന്നൊരു പതിവുണ്ട്. അന്ന് ആ ദിവസത്തിന് യൗമുൽ അറൂബ, അറൂബ എന്ന് പറഞ്ഞാൽ കാരുണ്യം അല്ലെങ്കിൽ ദയ എന്നൊക്കെ, അങ്ങനെ യൗമുൽ അറൂബ എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. കഅബ് ബിനു ലുഅയ് എന്ന ആളാണ് ആദ്യമായി വെള്ളിയാഴ്ചക്ക് യൗമുൽ ജുമുഅ എന്ന പേര് നൽകിയത് എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമായതുകൊണ്ട് യൗമുൽ ജുമുഅ എന്ന് കിട്ടി, ആ യൗമുൽ അറൂബ എന്നുള്ളതിന് യൗമുൽ ജുമുഅ എന്നുള്ള ആ ഒരു പേര് കിട്ടി എന്നാണ് മറ്റൊരു അഭിപ്രായം. മൂന്നാമത്തെ ഒരു അഭിപ്രായം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വ ബീവിയും ആദ്യമായി കണ്ടത്, അതായത് അവർ സംഗമിച്ചത്, അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു, അതുകൊണ്ട് ആ പേര് കിട്ടി. അത് അത്ര പ്രബലമായ ഒരു റിപ്പോർട്ടല്ല. മറ്റൊരു അഭിപ്രായം, മുസ്ലിങ്ങളെല്ലാവരും സമ്മേളിക്കുന്നത് കൊണ്ട്, ഒരുമിച്ച് കൂടുന്നത് കൊണ്ട്, ജമഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി എന്നാണല്ലോ, ജംഅ് ഒരുമിച്ച് കൂട്ടൽ, അല്ലെങ്കിൽ ജുമുഅ, ജുമഅ എന്നൊക്കെ പറയും. അപ്പോൾ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുക എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ഈ ദിവസത്തിന് യൗമുൽ ജുമുഅ, ഒരുമിച്ച് കൂടുന്ന ദിവസം, സമ്മേളിക്കുന്ന ദിവസം എന്ന അർത്ഥത്തിൽ ആ പേര് കിട്ടി എന്നതാണ് മറ്റൊരു അഭിപ്രായം. ഈ യൗമുൽ ജുമുഅ എന്നുള്ളതിന് 3 രൂപത്തിൽ അതിൻ്റെ പേര് വരാറുണ്ട്. 3ഉം ശരിയാണ്. ജുമഅ, മീമിന് ഫത്ത് ഇട്ടിട്ട് ജുമഅ എന്ന് പറയും. ജുംഅ, മീമിന് സുക്കൂൻ ഇട്ടിട്ട് ജുംഅ, യൗമുൽ ജുംഅ എന്ന് പറയാം. ജുമുഅ, മീമിന് ലമ്മിട്ടിട്ട് യൗമുൽ ജുമുഅ എന്നും പറയാം. ഇത് 3ഉം ശരിയാണ്. ഇനി ജുമുഅ നിസ്കാരം തുടങ്ങിയത് എന്നാണ്, ഏത് കാലത്താണ് എന്നുള്ള കാര്യത്തിനും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മക്കയിൽ വെച്ച് ജുമുഅ നിർവഹിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് മദീനയിലേക്ക് സ്വഹാബികൾ പോയിരുന്നു. നബിയും കുറേ സ്വഹാബത്തും മക്കയിലാണ്, എന്നാൽ ചില സ്വഹാബിമാരൊക്കെ മദീനയിലേക്ക് പോയിരുന്നു. അങ്ങനെ ആ മദീനയിൽ പോയ സ്വഹാബിമാർക്ക് അവിടെ മദീനയിൽ ഈ ജുമുഅ നിർവഹിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവരവിടുന്ന് ജുമുഅ നിർവഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ റിപ്പോർട്ട്. അവിടെ അസദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായി ജുമുഅ നിർവഹിക്കപ്പെട്ടത് എന്ന അഭിപ്രായമുണ്ട്. അതല്ല, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായി ജുമുഅ നിർവഹിച്ചത് എന്നും അഭിപ്രായമുണ്ട്. മറ്റൊരു അഭിപ്രായം, അസദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു എല്ലാ വെള്ളിയാഴ്ചയും ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു ഉത്ബോധനം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അള്ളാഹുവിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സദസ്സ്, ആ തരത്തിലുള്ളൊരു പ്രസംഗം, അങ്ങനെ ഒരു ഉത്ബോധനം നടത്തിയിരുന്നു. പിന്നീട് മിസ്അബ് ബിൻ റളിയല്ലാഹു അൻഹു ആണ് യഥാർത്ഥത്തിൽ ആ ഒരു ഒരുമിച്ച് കൂടലിനെ ഒരു ജുമുഅയാക്കി മാറ്റിയത്. അതായത് യഥാർത്ഥത്തിലുള്ള നിസ്കാരവും ആ ഒരു ഉത്ബോധനവും ഒക്കെ അടങ്ങിയ യഥാർത്ഥത്തിലുള്ള ജുമുഅയുടെ രൂപത്തിലേക്ക് അതിനെ മാറ്റിയത് മിസ്അബ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളതാണ് മറ്റൊരു അഭിപ്രായം. ഒരിക്കൽ അത് 12 പേരുണ്ടായിരുന്നു, പിന്നെ അത് 40 ആയി എന്നൊക്കെ ചില റിപ്പോർട്ടുകളിലുണ്ട്. അല്ലാഹു അലം.
ഏതായാലും ഈ സമയത്തൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എത്തിയിട്ടില്ല, ആ ജുമയിൽ പങ്കെടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമാണ് മദീനയിൽ ജുമ നിർവഹിച്ചിരുന്നത്. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലെ മറ്റു സ്വഹാബികളും ഒക്കെ അവിടെ എത്തുന്നത്, മദീനയിൽ എത്തുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലെ സ്വഹാബികളും പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ ജുമ നിർവഹിക്കപ്പെട്ടിരുന്നു എന്നർത്ഥം. വെള്ളിയാഴ്ച ദിവസത്തിന് പല പ്രത്യേകതകളുമുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിഘടന ആരംഭിച്ചത് വെള്ളിയാഴ്ചയാണ്. അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ചയാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്, തൗബ സ്വീകരിച്ചത്, അദ്ദേഹം മരണപ്പെട്ടത് ഒക്കെ വെള്ളിയാഴ്ചയാണ്. ആദം ഹവ്വ സംഗമം, അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വ ബീവിയും ആദ്യമായി കണ്ടുമുട്ടുന്നത് വെള്ളിയാഴ്ചയാണ്. അന്ത്യനാൾ സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയായിരിക്കും. പിന്നെ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം അത് വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് ഹദീസുണ്ട്. ദിവസങ്ങളിലെ സയ്യിദ്, അതായത് ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ് എന്നുള്ള ഹദീസുണ്ട്. യൗമുൽ ഈദ് എന്ന പേര് വെള്ളിയാഴ്ചക്കുണ്ട്. ഓരോ ആഴ്ചയിലും മുസ്ലിങ്ങൾ സംഗമിക്കുന്നു ഒരു പെരുന്നാൾ പോലെ, അതുകൊണ്ട് യൗമുൽ ഈദ് എന്ന പേരും വെള്ളിയാഴ്ചക്കുണ്ട്. അള്ളാഹു മുസ്ലിങ്ങൾക്ക് സമ്മേളിക്കാൻ തിരഞ്ഞെടുത്ത ദിവസമാണ് വെള്ളിയാഴ്ച, മറ്റാരും കൊടുത്തതല്ല. അള്ളാഹുവാണ് ആ ദിവസത്തെ തിരഞ്ഞെടുത്തത് മുസ്ലിങ്ങൾക്ക് സമ്മേളിക്കാൻ വേണ്ടി. അതുകൊണ്ട് പ്രത്യേകമായ പ്രാധാന്യം ആ തരത്തിലുണ്ട്. ജൂതന്മാർക്ക് ശനിയാഴ്ചയും ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും പ്രത്യേക ദിവസമാണ്, നമുക്കറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ട് അള്ളാഹു മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തു. ഇനി വെള്ളിയാഴ്ച മരണപ്പെടുന്ന എല്ലാവരും നല്ല ആളുകളാണ് എന്നൊരു തെറ്റിദ്ധാരണ ചിലർക്കുണ്ട്. എന്നാൽ സത്യവിശ്വാസിയായ ഒരാൾ വെള്ളിയാഴ്ച മരണപ്പെട്ടാൽ ഖബറിലെ പരീക്ഷണങ്ങളിൽ ഇളവ് കിട്ടുമെന്ന ഹദീസുണ്ട്. വെള്ളിയാഴ്ച മരിക്കുന്ന എല്ലാവരും നല്ലവരാണ് എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഏത് മതക്കാരും ഏത് ആളുകളും വെള്ളിയാഴ്ച മരിക്കും. ഇനി വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിൽ ആദ്യ റക്അത്തിൽ സൂറ അസ്-സജദയും രണ്ടാം റക്അത്തിൽ സൂറ അൽ ഇൻസാനും, അതായത് സൂറത്ത് ദഹർ എന്നും പേരുണ്ട്, ഈ രണ്ട് സൂറത്തുകൾ ഈ രൂപത്തിൽ പാരായണം ചെയ്യുന്നത് സുന്നത്താണ്. ഇനി വെള്ളിയാഴ്ച പ്രത്യേകമായി സുന്നത്ത് നോമ്പ് എടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രത്യേകമായ സുന്നത്ത് നോമ്പ്, വെള്ളിയാഴ്ചയാണല്ലോ, ഒരു നല്ല ദിവസമാണല്ലോ, അതുകൊണ്ട് ഈ ഒരു ദിവസം നമുക്ക് നോമ്പെടുത്താൽ പ്രത്യേകമായ കൂലി കിട്ടും എന്ന രൂപത്തിൽ വെള്ളിയാഴ്ച ഒരു പ്രത്യേകമായി നോമ്പെടുക്കുക, അത് തെറ്റാണ്, അങ്ങനെ പാടില്ല. അതേസമയം ഒരു തുടർച്ചയായി വരുന്ന നോമ്പ്, നമ്മളിപ്പോൾ നോറ്റ് വീട്ടാനുള്ള നോമ്പോ അല്ലെങ്കിൽ അയ്യാമുൽ ബീദിൻ്റെ നോമ്പൊക്കെ അതൊരു വെള്ളിയാഴ്ചയായി, അപ്പോൾ നമ്മൾ തുടർച്ചയായി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നൊരു നോമ്പായതുകൊണ്ട് ആ നോമ്പ് ആ ദിവസം വരുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ യാതൊരു പ്രത്യേകതയും കൊടുക്കാതെ നമ്മൾ നോറ്റ് വീട്ടാനുള്ളൊരു നോമ്പ് വെള്ളിയാഴ്ചയാക്കി എന്നുള്ളത് കൊണ്ടും പ്രശ്നമില്ല. അതേസമയം വെള്ളിയാഴ്ചക്കൊരു പ്രത്യേക പ്രാധാന്യമുള്ളത് കൊണ്ട് അതൊരു സുന്നത്തായ നോമ്പാണ്, അതൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു കൂടുതൽ കൂലി കിട്ടാൻ വേണ്ടി ഞാൻ വെള്ളിയാഴ്ച നോമ്പെടുക്കുന്നു എന്ന രൂപത്തിൽ വെള്ളിയാഴ്ച നോമ്പെടുക്കുന്നത് തെറ്റാണ്. ഇനി ഈ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മളിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം അതാണ്. സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ യാത്ര കഴിവതും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ വെള്ളിയാഴ്ചയിലെ യാത്ര, ജുമുഅ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള യാത്ര ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. വെള്ളിയാഴ്ച യാത്ര ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല, പക്ഷേ നമുക്ക് ജുമുഅ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള യാത്രകളൊക്കെ വെള്ളിയാഴ്ചയിൽ നിന്ന് മാറ്റി വെക്കുക. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ജുമുഅ നമുക്ക് കിട്ടാൻ വേണ്ടി. യാത്രക്കാർക്ക് ജുമുഅ നിർബന്ധമില്ല, ശരിയാണ്, പക്ഷേ എങ്കിലും ആ ജുമുഅ കിട്ടാൻ വേണ്ടി നമുക്ക് ആ തരത്തിൽ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ആ തരത്തിൽ മാറ്റിവെക്കുക. പിന്നെ ചില ആളുകളൊക്കെ ജുമുഅക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതിരിക്കുന്നത് കാണാൻ സാധിക്കും. വളരെയധികം ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. ചിലവരൊക്കെ മക്കളെ ജുമുഅക്ക് പറഞ്ഞേക്കും, എന്നിട്ട് അവർ വീട്ടിലെ പണികളുമായിട്ട് അങ്ങനെ കൂടും. ഞാൻ പോയിട്ടില്ല, പക്ഷെ മകനെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന രൂപത്തിലൊക്കെ, വല്ല കല്യാണത്തിനൊക്കെ പറഞ്ഞയക്കുന്ന പോലെ ഞാൻ പോയിട്ടില്ല മകനെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന ലാഘവത്തിൽ അതിനെ കാണുന്ന ആളുകൾ, അത് വളരെയധികം പേടിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ജുമുഅക്ക് പങ്കെടുക്കാത്ത, യാതൊരു കാരണവുമില്ലാതെ ജുമുഅ നഷ്ടപ്പെടുത്തി വീട്ടിലിരിക്കുന്ന ആളുകളുടെ വീട് അടക്കം ചുട്ടുകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് കാണാൻ സാധിക്കും. അത് ജമാഅത്ത് നിസ്കാരത്തിനെ കുറിച്ച് പറയുന്ന റിപ്പോർട്ടുമുണ്ട്, ജുമുഅയെക്കുറിച്ച് പറയുന്ന റിപ്പോർട്ടുമുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായി 3 ജുമുഅ പ്രത്യേകമായ കാരണങ്ങളൊന്നും ഇല്ലാതെ ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ അയാളുടെ ഹൃദയത്തിന് അള്ളാഹു മുദ്ര വെക്കും, സീല് വെക്കും, അടച്ചു വെക്കും അദ്ദേഹത്തിൻ്റെ ഹൃദയം, അതിനൊരു അടപ്പിടും എന്ന രൂപത്തിൽ അള്ളാഹു പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം എണ്ണ തേക്കൽ, കുളിക്കൽ, സുഗന്ധം പൂശൽ ഇതൊക്കെ സുന്നത്താണ്. വെള്ളിയാഴ്ച ദുആ സ്വീകരിക്കുന്ന, പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്.
2 റിപ്പോർട്ടുകൾ അതിൽ കാണാൻ സാധിക്കും. ഒന്ന്, ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയം ജുമുഅയുടെ സമയമാണ് എന്നും മറ്റൊരു റിപ്പോർട്ടിൽ അത് അസറിന് ശേഷം സൂര്യാസ്തമയത്തിന് മുമ്പുള്ള സമയമാണ് എന്നും കാണാൻ സാധിക്കും. ഇനി ഇവിടെ പറയുന്നത്, ഈ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നു, അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ജുമുഅയിലേക്ക്, ജുമുഅ നിസ്കാരത്തിലേക്ക് നിങ്ങളെ വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ സിക്രില്ലാഹി, ഫസ്ഔ അപ്പോൾ നിങ്ങൾ ധൃതി വെക്കുവീൻ, ഇലാ സിക്രില്ലാഹി അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക്. ഇവിടെ ചില പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനം കൊടുത്തത് നിസ്കാരത്തിലേക്ക് നിങ്ങൾ ധൃതി വെക്കുവീൻ എന്നാണ് പറഞ്ഞത്. ഇലാ സിക്രില്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ് ഉദ്ദേശിക്കുന്നത്. മറ്റു ചിലർ അതിനർത്ഥം കൊടുത്തത് സിക്റുല്ലാ, അവിടെ ഉദ്ദേശിച്ചത് ഖുതുബയാണ്. അപ്പോൾ ഖുതുബ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ധൃതിയിൽ പുറപ്പെടണം, അതിന് ശേഷമാണല്ലോ നിസ്കാരം. അപ്പോൾ ഇതാണ് അവിടെ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം നമുക്ക് 2 രൂപത്തിൽ പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഒരു ശരിയായി തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ ഏറ്റവും നല്ലത് ഖുതുബയിലേക്ക് നമ്മൾ വളരെയധികം ധൃതിപ്പെട്ടുകൊണ്ട് പോവുക. കാരണം എന്തായാലും അതിനുശേഷം നമുക്ക് നിസ്കാരം കിട്ടുമല്ലോ. അപ്പോൾ ഫസ്ഔ ഇലാ സിക്രില്ലാഹി എന്ന് പറയുമ്പോൾ, ധൃതി വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ പോക്ക്, ആ നടത്തം ധൃതിയിൽ പോകണം എന്നല്ല, നമ്മൾ ഓടിക്കൊണ്ട് പോകണം എന്നല്ല, ശാന്തമായിക്കൊണ്ടാണ് നിസ്കാരങ്ങളിലേക്ക് പോകേണ്ടത്. ഏത് നിസ്കാരമാണെങ്കിലും ശാന്തമായിക്കൊണ്ടാണ് പോകേണ്ടത്. പിന്നെ ഇവിടെ എന്താ ധൃതി വെക്കണം എന്ന് പറഞ്ഞത്? ആ പോക്കിന് മുമ്പ് നമ്മൾ മാനസികമായി ധൃതി വെക്കണം. അതല്ലാതെ കാലുകൊണ്ടുള്ള ധൃതി വെക്കലല്ല, മനസ്സുകൊണ്ടുള്ള ധൃതി വെക്കൽ. മനസ്സുകൊണ്ട് നമ്മൾ ധൃതി വെക്കണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരുക്കി, മറ്റുള്ള എല്ലാ കാര്യങ്ങളും പോകാനുള്ള സൗകര്യങ്ങളൊക്കെ പെട്ടെന്ന് ഏർപ്പെടുത്തി പോകാൻ വേണ്ടി നമ്മൾ ധൃതി വെക്കണം. മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ധൃതി വെക്കണം. അങ്ങനെ ധൃതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ ഒരുങ്ങി പിന്നെ ശാന്തമായിട്ടാണ് ആ നിസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഖുതുബ കേൾക്കാൻ വേണ്ടി പോകേണ്ടത് എന്നർത്ഥം. പിന്നെ വെള്ളിയാഴ്ച നമുക്കറിയാം ആദ്യം ഖുതുബയാണ്, പിന്നെയാണ് നിസ്കാരം. ഈ ഒരു സൂറത്തിലെ 9-ാമത്തെയും 10-ാമത്തെയും ആയത്തുകളുടെ ക്രമം നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. 9-ാമത്തെ ആയത്തിൽ ഈ ഒരു തരത്തിൽ ദിക്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഉത്ബോധനത്തെക്കുറിച്ച് പറയുന്നു. 10-ാമത്തെ ആയത്തിൽ പിന്നീട് നിസ്കാരത്തിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞാൽ അല്ലെങ്കിൽ നിസ്കാരം അവസാനിച്ചാൽ എന്നുള്ള രൂപത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആദ്യം ഉത്ബോധനമാണ്, പിന്നെ നിസ്കാരമാണ് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും പെരുന്നാൾ നിസ്കാരം നേരെ തിരിച്ചാണ് നമുക്കറിയാമല്ലോ. പെരുന്നാൾ നിസ്കാരത്തിൽ ആദ്യം നിസ്കാരമായിരിക്കും, പിന്നെയാണ് ഖുതുബ വരുന്നത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാലുകൊണ്ടുള്ള ധൃതിയല്ല വേണ്ടത്, മനസ്സുകൊണ്ടാണ് ധൃതി വെക്കേണ്ടത്. മനസ്സുകൊണ്ട് വളരെയധികം ധൃതി വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളുടെ അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ദിവസം ജുമുഅക്ക് പോകണം, ജുമുഅക്ക് ആ കൃത്യമായിട്ട് എത്തണം, അതിന് നേരത്തെ എത്തണം, അവിടെ ഖുതുബ കൃത്യമായിട്ട് കേൾക്കണം, ആദ്യം ഞാൻ എത്തണം. ഈ രൂപത്തിൽ നമ്മളുടെ മനസ്സിൽ അതിനോട് നമുക്കൊരു പ്രത്യേകമായ താല്പര്യം ഉണ്ടാവണം എന്നർത്ഥം. ഇനി വദറുൽ ബൈഅ, കച്ചവടം നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. എന്താണ് ഈ കച്ചവടം നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞത്? കച്ചവടം മാത്രമല്ല, അന്നത്തെ ദിവസം നമ്മൾ ഏർപ്പെടുന്ന എല്ലാ ഏർപ്പാടുകളും എന്താവട്ടെ, ഏത് ജോലിയാവട്ടെ, അത് താൽക്കാലികമായി നിർത്തിവെക്കാനാണ് പറയുന്നത്, പൂർണ്ണമായിട്ട് ഒഴിവാക്കാനല്ല. ആ ഒരു ജുമുഅക്ക് തടസ്സം വരുന്ന രൂപത്തിൽ അത് പാടില്ല എന്നർത്ഥം. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ കച്ചവടം എന്ന് എടുത്തു പറഞ്ഞത്? അതിന് മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന വിശദീകരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൂടുതലും ആളുകൾ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. വെള്ളിയാഴ്ചയൊക്കെ പള്ളിയുടെ അടുത്തൊക്കെ കച്ചവടം, അത് ഇന്നത്തെ കാലത്തും ഉണ്ടല്ലോ, പള്ളിയുടെ അടുത്തൊക്കെ കച്ചവടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ കച്ചവടമാണ് അന്നത്തെ കാലത്ത് കൂടുതലും ആളുകൾ ഉപജീവനത്തിന് ഉപയോഗിച്ചിരുന്ന മാർഗം എന്നുള്ള രൂപത്തിൽ അത് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഏത് കാര്യമാണെങ്കിലും ആ ഒരു ജുമുഅക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. അത് നിർത്തിവെക്കുന്നത് അയാൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഇപ്പോൾ ഒരാൾ കച്ചവടം നടത്തുമ്പോൾ ആ കട പൂട്ടി വെക്കണമെന്നില്ല. അവിടെ നമുക്ക് ജുമുഅ നിർബന്ധമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ജുമുഅക്ക് പോവാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആ കച്ചവടം നടത്താം. മറ്റു മതക്കാരായ ആളുകൾ അവിടെ കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ, നമ്മളുടെ കടയിൽ തന്നെ മറ്റുള്ള മതക്കാരായ ആളുകളുണ്ടെങ്കിൽ അവർക്കവിടെ കട തുറന്നു വെക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം ഈ ആരാണോ ജുമുഅ നിർബന്ധമുള്ളത് അയാൾക്ക് ഇത് തടസ്സമാവരുത്. അതിനാണ് അവിടെ കച്ചവടം നിർത്താൻ വേണ്ടി പറഞ്ഞത്. കുട്ടികളായ ആളുകളുണ്ടാവും, സ്ത്രീകളായ ആളുകളുണ്ടാവും, ഇവരൊക്കെ അവിടെ കച്ചവടം നടത്തുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊരു പൊതു അവധിയൊന്നും അല്ല എന്നർത്ഥം. വെള്ളിയാഴ്ച എന്ന് കേൾക്കുമ്പോൾ ഒരു കച്ചവടവും അന്നത്തെ ദിവസം പാടില്ല എന്നല്ല അർത്ഥമാക്കേണ്ടത്. അതൊരു പൊതു അവധിയായിട്ടൊരിക്കലും വെള്ളിയാഴ്ച ദിവസത്തെ ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റുള്ള ആളുകൾക്ക് കട നടത്താം. ഇനി വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നേരത്തെ എത്തുകയാണ് ഏറ്റവും പുണ്യമുള്ള കാര്യം. ആ ഒരു പുണ്യത്തെക്കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും.
ഏറ്റവും ആദ്യം എത്തുന്ന ആളുകൾക്ക് ഒരു ഒട്ടകത്തെ ബലി കൊടുത്ത പ്രതിഫലം ലഭിക്കും. പിന്നീട് എത്തുന്ന ആളുകൾക്ക് ഒരു പശുവിനെ ബലി കൊടുത്ത പ്രതിഫലം ലഭിക്കും. പിന്നീട് എത്തുന്ന ആളുകൾക്ക് ഒരു ആടിനെ ബലി കൊടുത്ത പ്രതിഫലം ലഭിക്കും. ശേഷം വരുന്ന ആളുകൾക്ക് ഒരു കോഴിയെ ബലി കൊടുക്കുന്ന പ്രതിഫലം ലഭിക്കും. പിന്നീട് വരുന്ന ആളുകൾക്ക് ഒരു കോഴിമുട്ട ദാനം ചെയ്യുന്ന പ്രതിഫലം ലഭിക്കും എന്നുള്ള രൂപത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ ആ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ പേര് രേഖപ്പെടുത്തും മലക്കുകൾ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കാണാൻ സാധിക്കും. ഖത്തീബ് മിമ്പറിൽ കയറി ഖുതുബ നിർവഹിക്കാൻ തുടങ്ങിയാൽ പിന്നീട് മലക്കുകൾ ആ എഴുത്തൊക്കെ നിർത്തിവെച്ച് രേഖപ്പെടുത്തലൊക്കെ നിർത്തിവെച്ച് ഖുതുബ ശ്രദ്ധിക്കും. പിന്നീട് ആ പേര് രേഖപ്പെടുത്തൂല. അപ്പോൾ പുണ്യം കിട്ടും, പക്ഷേ ആ ഒരു പുണ്യം കിട്ടൂല. ഏറ്റവും വലിയ പുണ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ എത്തൂല എന്നർത്ഥം. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആളുകൾ നേരത്തെ പള്ളിയിലേക്ക് എത്തണമെന്ന് സൂചിപ്പിച്ചു. ഖത്തീബ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുതുബ നിർവഹിക്കാൻ തുടങ്ങിയാൽ ആ ഒരു രേഖപ്പെടുത്തൽ പോലും നിർത്തിവെച്ച് മലക്കുകൾ ഖുതുബ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഖുതുബ ശ്രദ്ധിക്കാൻ മലക്കുകളും ഉണ്ട്, അവരും ഖുതുബ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ഒരു ബോധത്തോടു കൂടി ആ ഒരു ഗൗരവം വിടാതെ അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളും അത്രയും ഈ ഒരു അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്ന കാര്യങ്ങളുമാണ് മിമ്പറിൽ വെച്ച് ഖത്തീബ് നിർവഹിക്കേണ്ടത്, അല്ലെങ്കിൽ അത്തരം ഖുതുബയാണ് നിർവഹിക്കേണ്ടത്. ജുമുഅ നടക്കുന്ന സമയത്ത് ആളുകളത് ശ്രദ്ധാപൂർവം കേട്ടിരിക്കണം, അത് മനസ്സിലാക്കണം. പലപ്പോഴും വെള്ളിയാഴ്ച ദിവസം ഖുതുബ നടക്കുമ്പോൾ ആളുകൾ നല്ല ഉറക്കമായിരിക്കും. അതിന് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒന്നുകിൽ തലേ ദിവസം നന്നായിട്ട് ഉറങ്ങുക, പിറ്റേ ദിവസം ജുമുഅ ഉണ്ടല്ലോ അതുകൊണ്ട് ആ ജുമുഅ ശരിക്ക് കേൾക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി അതിന് വേണ്ട രൂപത്തിൽ എല്ലാം നമ്മൾ സൗകര്യം നമ്മൾ തന്നെ ഒരുക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, ജുമുഅ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ ജുമുഅ നടക്കുന്ന സമയത്ത് മറ്റൊരു സംസാരവും പാടില്ല. അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് കാണിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സമയത്ത് ജുമുഅ നടക്കുന്ന സമയത്ത്, ഖുതുബ നടക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവൻ ഗ്രന്ഥം ചുമക്കുന്ന കഴുതയെപ്പോലെയാണ് ആ സംസാരിക്കുന്നവൻ. ഇനി അവനോട് നീ സംസാരിക്കരുത് എന്ന് മറ്റാരെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞവന് ജുമുഅ ഇല്ല. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. ആ രൂപത്തിൽ ജുമുഅക്ക് പ്രാധാന്യമുണ്ട്. ഈ കാര്യങ്ങൾ ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, യാ എന്നുള്ള ആ ഒരു നീട്ടലിന് ശേഷം ഹംസ വന്നു. രണ്ടും വ്യത്യസ്ത പദങ്ങളിലാണ്. യാ എന്നുള്ള നീട്ടലും അയ്യുഹ എന്നുള്ള ഹംസയും, നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. മദ് മുൻഫസിൽ, അവിടെ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അയ്യുഹ എന്ന് കഴിഞ്ഞിട്ട് അല്ലദീന, അവിടെ അയ്യുഹ എന്നൊരു നീട്ടലുണ്ട്, ഹ എന്നുള്ള നീട്ടൽ. അതിനുശേഷം ഹംസത്തു വസ്ൽ, അല്ലദീന തുടക്കത്തിൽ ഹംസത്തു വസ്ലാണ്. മദ്ദും ഹംസത്തു വസ്ലും ഒരുമിച്ച് വന്നാൽ ആ മദ് നഷ്ടപ്പെടും. അപ്പോൾ അയ്യുഹ എന്ന് പറയില്ല, അയ്യുഹ എന്നേ പറയുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനു, ആമനു എന്നുള്ളതിൻ്റെ അവസാനത്തിലും ഒരു മദ്ദുണ്ട്, ആമനു നൂ എന്നുള്ള മദ്. അതിനുശേഷം വരുന്ന അക്ഷരം ഇദാ എന്നുള്ളതിൻ്റെ തുടക്കത്തിലെ ഹംസയാണ്. അപ്പോൾ അവിടെയും മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. മദ് മുൻഫസിൽ, 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. ആമനു ഇദാ, ഇദാ നൂദിയ ലിസ്വലാത്തി മീ യൗമിൽ, യാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മിൻ എന്ന് പറയില്ല, മീ യൗമിൽ, മീ യൗമിൽ. യൗമിൽ ജുമുഅത്തി ഫസ് ഔ, ഫസ് ഔ. അവിടെ ശരിക്ക് ഫാ കഴിഞ്ഞിട്ട് ആ ഫാഇൻ്റെ വാല് മേലേക്കിട്ടിട്ട് അവിടെ നമുക്കൊരു ഹംസത്ത് വസ്ൽ കാണാം. ആ ഹംസത്ത് വസ്ൽ പദങ്ങളുടെ ഇടയിലായതുകൊണ്ട് ഉച്ചരിക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫസ് ഔ, ഫാ കഴിഞ്ഞിട്ട് നേരെ സീനാണ് പറയാം, ഫസ് ഔ ഇല ദിക്രില്ലാഹി, റാഇന് കസ്ർ, രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. ദിക്രില്ലാഹി വദറുൽ ബൈ, അവിടെയും വദറൂ എന്നാണ്, നീട്ടാനുണ്ട്, റൂ എന്നുള്ള നീട്ടൽ. അതിനുശേഷം അൽ ബൈ എന്നുള്ളതിന് തുടക്കത്തിൽ ഹംസത്ത് വസ്ലാണ്. അപ്പോൾ മദ്ദും ഹംസത്ത് വസ്ലും ഒരുമിച്ച് വന്നു, മദ് നഷ്ടപ്പെടും. അതുകൊണ്ട് വദറൂ എന്ന് പറയില്ല, വദറു, വദറുൽ ബൈ. അവിടെ ഒരു ജീമ് കാണാം ബൈ കഴിഞ്ഞിട്ട്. ആ ജീമ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ഐനിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. ദാലിക്കും ഖൈറുല്ലക്കും, ഖൈറുൻ എന്നുള്ളതിന് തെൻവീനാണ്, റാഇന് ശേഷം ലാമാണ്. ലാമിൻ്റെയോ റാഇൻ്റെയോ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ, അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനാണെങ്കിലും ആ സുക്കൂനുള്ള നൂനിനെ, തെൻവീനിനെ ലാമിലേക്ക് മുഴുവനായിട്ട് ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന,
അപ്പോൾ ഖൈറുൻ എന്ന് പറയില്ല, ഖൈറു എന്ന് പറഞ്ഞിട്ട് ലാമിന് ഷദ്ദ് കൊടുക്കുക. ഖൈറുല്ലക്കും. ഇൻ കുന്തും, കാഫിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ഇൻ കുന്തും, കുന്തും എന്നുള്ളിടത്ത് താഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് അവിടെയും ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക. കുന്തും. തഅലമൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു മൂ എന്നുള്ള നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിലായിട്ട് മാറും. തഅലമൂൻ. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലസീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ സിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ യാ അയ്യുഹല്ലസീന ആമനു, ആമന എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ആമനു, അവർ വിശ്വസിച്ചു. ഇദാ എന്നുള്ളത് ഹർഫ് ഷർത്താണ്, ഒരു നിബന്ധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹർഫാണത്. അങ്ങനെ ആയാൽ, അപ്പോൾ അതിനൊരു ജവാബ് ഉണ്ടാവും, മറുപടി ഉണ്ടാവും. അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ആ ജവാബ് വരുന്ന സ്ഥലത്തുള്ള ഫാഇനെ ഫാഉൽ വാഖിയ എന്ന് പറയും. ഇദാ നൂദിയ, നൂദിയ എന്നുള്ളത് മജ്ഹൂൽ രൂപമാണ്, പാസീവ് വോയിസ് ആണ്. നാദാ എന്നുള്ളതിൻ്റെ പാസീവ് അല്ലെങ്കിൽ മജ്ഹൂൽ രൂപമാണ് നൂദിയ. ലിസ്വലാത്തി, ലി എന്നുള്ളത് ഹർഫ് ജറാണ്. സ്വലാത്തിൻ്റെ മുമ്പ് ലീ വന്നപ്പോൾ ലിസ്വലാത്തി അവസാനത്തിൽ കെസർ കിട്ടാനുള്ള കാരണം ലീ വന്നതുകൊണ്ടാണ്. കാരണം ലീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. സാധാരണഗതിയിൽ കെസർ കൊണ്ടോ കെസർ തൻവീൻ കൊണ്ടോ. മിൻ യൗമി, അവിടെ മിൻ എന്നുള്ളതും ഹർഫ് ജറാണ്. മിൻ വന്നതുകൊണ്ടാണ് യൗമി, ആ യൗമിന് കെസർ കിട്ടാനുള്ള കാരണം മിൻ വന്നതുകൊണ്ടാണ്. ഇനി യൗമുൽ ജുമുഅത്തി എന്നെടുക്കുകയാണെങ്കിൽ യൗമിനെ ജുമുഅത്തിലേക്ക് ചേർത്തു. അപ്പോൾ ഏതിലേക്കാണോ ചേർക്കുന്നത് അതിനെ മുലാഫിൻ ഇലൈഹി എന്നാണ് പറയുക. അപ്പോൾ അൽ ജുമുഅത്ത് എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. സാധാരണ കെസറുണ്ട് അല്ലെങ്കിൽ കെസർ തൻവീനുണ്ട്. അപ്പോൾ ഇവിടെ ജുമുഅത്തി എന്ന അവസാനത്തിൽ കെസർ കിട്ടാനുള്ള കാരണം അത് മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ടാണ്. ഇനി എന്തുകൊണ്ടാണ് യൗമിന് കെസർ കിട്ടിയത്? അത് മിൻ വന്നതുകൊണ്ടാണ്. ജുമുഅത്തിന് കെസർ കിട്ടാനുള്ള കാരണം അത് മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ട്. ഫസ് ഔ, സഅ എന്നുള്ളതിൻ്റെ കൽപ്പനക്രിയയാണ് ഇസ് അ, അതിൻ്റെ ബഹുവചന രൂപമാണ് ഇസ് ഔ. ഇലാ സിക്കിരി, അവിടെ ഇലാ എന്നുള്ളതും ഹർഫ് ജറാണ്. ഇല എന്നുള്ളതിന് ശേഷം വന്ന സിക്റിന് കെസർ കിട്ടാനുള്ള കാരണം, സിക്കിരി എന്ന് കിട്ടാനുള്ള കാരണം ഇല വന്നതുകൊണ്ടാണ്. ഇനി സിക്റുല്ലാഹി എന്ന് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് സിക്റിനെ ചേർത്തു, അള്ളാഹുവിൻ്റെ സ്മരണ. അപ്പോൾ അള്ളാഹു എന്നുള്ള പദം മുലാഫിൻ ഇലൈഹിയാണ്, അതുകൊണ്ടാണ് അവസാനത്തിൽ കെസറിട്ടത് അള്ളാഹി എന്നെഴുതിയത്, അതുകൊണ്ടാണ്. ഇനി സിക്കിരി എന്ന് വരുമ്പോൾ സിക്കിരില്ലാഹി എന്നേ പറയുള്ളൂ, സിക്കിരില്ലാഹി എന്ന് പറയില്ല. വദറുൽ ബൈ, അവിടെ വസറ എന്നുള്ളതിൻ്റെ കൽപ്പനക്രിയയാണ് സർ, അതിൻ്റെ ബഹുവചന രൂപമാണ് സറൂ എന്നുള്ളത്. വസറുൽ ബൈ അ, എന്തിനെയാണ് ഉപേക്ഷിക്കേണ്ടത്? കച്ചവടത്തെ. അപ്പോൾ കച്ചവടം എന്നുള്ളത് ബൈ എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, അതുകൊണ്ടാണ് ബൈ ആ എന്ന് അവസാനത്തിൽ നെസ്ബിട്ട് ഫത്തഹിട്ട് എഴുതാനുള്ള കാരണം അതുകൊണ്ടാണ്. ദാലിക്കും, ദാലിക്കും എന്നെങ്ങനെ വന്നു നമ്മൾ പറഞ്ഞു. ആരോടാണോ ഈ കാര്യം പറയുന്നത് അതിനനുസരിച്ചാണ് ആ ഒരു പദം മാറുക. കുറേ ആളുകളോട് പറയുമ്പോൾ ദാലിക്കും എന്നുള്ള രൂപത്തിൽ പറയും, ഒരാളോട് പറയുമ്പോൾ ദാലിക്ക എന്ന് പറയും. ആരോടാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് അത് മാറും. ദാലിക്ക, ദാലിക്കുമാ, ദാലിക്കും, ദാലിക്കി, ദാലിക്കുന്ന, ഇങ്ങനെയൊക്കെ വരും. അത് ആരോടാണ് പറയുന്നതിനനുസരിച്ച്. ഇവിടെ കുറേ പേരോട് പറയുമ്പോൾ ദാലിക്കും എന്നുള്ള രൂപത്തിൽ വന്നു. ഖൈറുല്ലക്കും, ഖൈറുൻ ഉത്തമം, ഏറ്റവും ഉത്തമം, ലക്കും നിങ്ങൾക്ക്. ലീ എന്നുള്ളതിൻ്റെ കൂടെ കും വരുമ്പോഴാണ് ലക്കും എന്നായി മാറുക. ഇൻ കുൻതും തഅലമൂൻ, കാന എന്നുള്ളത് എൻ്റെ കൂടെ അൻതും ചേർന്നപ്പോഴാണ് കുൻതും എന്നായത്. കാന എന്തിനെക്കുറിച്ചാണോ ആരെക്കുറിച്ചാണോ പറയുന്നത് അത് കാനയുടെ ഇസ്മാണ്, അതിന് റഫായിരിക്കും കിട്ടുക. അതിൻ്റെ ഒരു വിവരണമായിക്കൊണ്ട് വരുന്നതിനെ കാനയുടെ ഖബർ എന്ന് പറയും, അതിന് നെസ്ബായിരിക്കും. ഇവിടെ അൻതും അല്ലെങ്കിൽ ആ താ തും എന്നുള്ള ആ ഭാഗം, ആ താ ആണ് കാനയുടെ ഇസ്മ്, അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അതേപോലെ തഅലമൂൻ എന്നുള്ളത് ഒന്നിച്ച് ഒരു ക്രിയാവാചകമാണ്, അതാണ് കാനയുടെ ഖബർ. അതിന് നമുക്ക് നെസ്ബ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.